ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറന്റ് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പുതിയ പേരുകളാണ്. കുറച്ച് സ്ഥാപനങ്ങളുടെയൊക്കെ പേരുകൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ പേരുകൾ മാറിയിട്ടുണ്ട്. PSC ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ചെറിയൊരു ടോപ്പിക്കും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ്. എല്ലാവരും നന്നായി എക്സാം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലയറിന്റെ പുതിയ പേര്. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം. ശ്രീ വിജയപുരമാണ് ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലയറിന്റെ പുതിയ പേര്. ഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേര്. ഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേര് കർത്തവ്യപഥ്. കർത്തവ്യപഥാണ് ഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേര്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്താണ്? ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്താണ്? സംവിധാൻ സദൻ. സംവിധാൻ സദനാണ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് എന്താണ്? അശോക് മണ്ഡപം. അശോക് മണ്ഡപമാണ് രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപമാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് VBG റാംജി. VBG റാംജിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. VBG റാംജിയുടെ പൂർണ്ണരൂപം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഇംഗ്ലീഷ് പേര്. കേരളത്തിന്റെ ഔദ്യോഗിക ഇംഗ്ലീഷ് പേര് കേരളം. കേരളം ആണ് കേരളത്തിന്റെ ഔദ്യോഗിക ഇംഗ്ലീഷ് പേര്. ഇത് നിലവിൽ വന്നിട്ടില്ല, നിലവിൽ വരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയുടെ പുതിയ പേര്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയുടെ പുതിയ പേര് അഹല്യാനഗർ. അഹല്യാനഗർ ആണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയുടെ പുതിയ പേര്. ബീഹാറിലെ ഗയാ നഗരത്തിന്റെ പുതിയ പേര്. ബീഹാറിലെ ഗയാ നഗരത്തിന്റെ പുതിയ പേര് ഗയാജി. ഗയാജി ആണ് ബീഹാറിലെ ഗയാ നഗരത്തിന്റെ പുതിയ പേര്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ പേര്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ പേര് സേവാ തീർത്ത്. സേവാ തീർത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ പേര്. പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങൾക്ക് നൽകി വരുന്ന പേരെന്താണ്? പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങൾക്ക് നൽകി വരുന്ന പേരെന്താണ്? കർത്തവ്യ ഭവൻ. കർത്തവ്യ ഭവനാണ് പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങൾക്ക് നൽകി വരുന്ന പേര്. തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര്. തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര് നേമം. നേമമാണ് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര്. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര്. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര് കൊച്ചുവേളി. കൊച്ചുവേളിയാണ് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പഴയ പേര്. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര്. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ. ലോക് ഭവനാണ് ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്നിവാസ് ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്നിവാസ് ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ലോക് നിവാസ്. ലോക് നിവാസ് എന്നാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്നിവാസ് ഇനി മുതൽ അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ ജലാലാബാദിന്റെ പുതിയ പേര്. ഉത്തർപ്രദേശിലെ ജലാലാബാദിന്റെ പുതിയ പേര് പരശുരാംപുരി. പരശുരാംപുരി എന്നാണ് ഉത്തർപ്രദേശിലെ ജലാലാബാദിന്റെ പുതിയ പേര്.
രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേര്. രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേര് അബുരാജ്. അബുരാജ് എന്നാണ് രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേര്. ഗേലോ ഇന്ത്യ വിമൻസ് ലീഗിന്റെ പുതിയ പേര്. ഗേലോ ഇന്ത്യ വിമൻസ് ലീഗിന്റെ പുതിയ പേര് അസ്മിത വിമൻസ് ലീഗ്. അസ്മിത വിമൻസ് ലീഗ് എന്നാണ് ഗേലോ ഇന്ത്യ വിമൻസ് ലീഗിന്റെ പുതിയ പേര്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും എഴുതി വെക്കാൻ ശ്രമിക്കുക. അറിയാത്തത് എഴുതി വെക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിനോട് ഇത് നിങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.